ഇറാൻ ഇസ്രയേൽ സംഘർഷം ഹോർമുസിലേക്ക് ചുരുങ്ങുന്നു. യുഎസിനെയും ഇസ്രയേലിനെയും വരുതിയിൽ നിർത്താനുള്ള തുറുപ്പുചീട്ടായി ഹോർമുസിനെ ഇറാൻ ഉപയോഗിക്കുമ്പോൾ യുഎസിന് ഹോർമുസ് ശക്തി തെളിയിക്കാനുള്ള മേഖലയാണ്. വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം തുടരുമ്പോഴും ഹോർമുസിൽ യുഎസിനും ഇസ്രയേലിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ നിർണായകമായ കടലിടുക്കിന്റെ ബോസ് ഇപ്പോഴും ഇറാൻ തന്നെയാണ്. ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയായിരുന്നു ഇസ്ലാമാബാദിൽ ഇറാൻ ചർച്ച. വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ചർച്ചയ്ക്ക് നേരിട്ടെത്തി. ചർച്ച വിജയം കണ്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ സങ്കീർണമാകുകയും ചെയ്തു. യുഎസിന്റെ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെന്നാണ് ചർച്ച അവസാനിപ്പിച്ചതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ JD വാൻസ് പറഞ്ഞത്. സൈനിക നീക്കത്തിലൂടെ നേടാൻ കഴിയാത്തത് ചർച്ചയിലൂടെ നേടിയെടുക്കാനാണ് യുഎസ് ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ ആരോപിച്ചത്. യുഎസിനും ഇസ്രയേലിനും വഴങ്ങില്ലെന്ന കൃത്യമായ സന്ദേശവും ഇറാൻ നൽകി. ആദ്യം പറഞ്ഞ പോലെ ഇറാൻ യുദ്ധം ഹോർമുസ് യുദ്ധമായി മാറുന്നു. ഏറ്റവും ഒടുവിൽ ഒരു വീഡിയോ പുറത്തു വന്നു. ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാനെത്തിയ യുഎസ് യുദ്ധക്കപ്പലിനെ ഇറാൻ തടയുന്നതാണ് വീഡിയോയിലുള്ളത്. വീഡിയോ ഇറാൻ തന്നെയാണ് പുറത്തുവിട്ടത്. വലിയ തർക്കവും ഇരുവിഭാഗവും തമ്മിൽ നടന്നു. യുഎസ് കപ്പലിനോട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മടങ്ങാൻ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യാന്തര നിയമങ്ങൾ പാലിച്ചാണ് ഹോർമുസ് കടക്കുന്നത് എന്നാണ് യുഎസ് കപ്പൽ മറുപടി നൽകിയത്. ഒടുവിൽ യുഎസ് കപ്പൽ മടങ്ങിപ്പോയെന്നാണ് ഇറാന്റെ അവകാശവാദം. യുദ്ധം ഏകപക്ഷീയമായി തുടങ്ങിയത് യുഎസും ഇസ്രയേലുമാണ്. കനത്ത നാശം ഈ ആക്രമണങ്ങൾ ഇറാനിൽ വിതയ്ക്കുകയും ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവിനെ ഉൾപ്പെടെ ഇറാന് ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു. ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടത്തിയ ചർച്ചയ്ക്ക് തുടക്കത്തിൽ ഇറാൻ പച്ചക്കൊടി കാട്ടിയില്ല. പാകിസ്ഥാന് വിശ്വാസമില്ലെന്നും യുഎസുമായി സംസാരിക്കാൻ പാകിസ്ഥാനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇറാൻ തുറന്നടിച്ചു. എന്നാൽ ഒടുവിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാക്കുകയായിരുന്നു. പാകിസ്ഥാനുമായും ഇറാനുമായും അടുപ്പം പുലർത്തുന്ന ചൈന ഇടപെട്ടാണ് ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ വന്നു. ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാൻ കർക്കശ നിലപാടുമായി മുന്നോട്ടു പോയി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ ഇറാൻ പരിഹസിക്കുകയാണ് ചെയ്തത്. ലോകം വീണ്ടും വലിയ ആശങ്കയിലാണ്. എണ്ണവില റോക്കറ്റ് പോലെ കുതിക്കാനും തുടങ്ങി. അതിനിടെ ചൈന ഇറാന് ആയുധങ്ങൾ നൽകാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വന്നു. ഇതിനെതിരെ ട്രംപ് രംഗത്ത് വന്നു. ഇറാന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്ക് യുഎസ് 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. എന്നാൽ വീണ്ടും പ്രതീക്ഷയുടെ വെളിച്ചം കടന്നു വരുന്നു. ഇസ്ലാമാബാദിലെ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫോണിൽ ചർച്ച നടത്തി. ചർച്ച തുടരാൻ ഇറാൻ ഒരുക്കമാണെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഏകപക്ഷീയമായല്ല, രാജ്യാന്തര നിയമത്തിന്റെ ചട്ടക്കൂടിലേക്ക് വരാൻ യുഎസ് തയ്യാറായാൽ ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നാണ് ഇറാൻ പറയുന്നത്. വരും ദിവസങ്ങളിൽ ചർച്ച തുടരും. ചർച്ചകൾക്ക് പാകിസ്ഥാൻ തന്നെ മധ്യസ്ഥത വഹിക്കുമെന്നാണ് റിപ്പോർട്ട്.